കണ്ണി പൊതിഞ്ഞ അവ കണ്ട് ഡ്രോ ചെയ്യുന്ന പെപ്പാപ്പിക്കിന്റെ പടം നോക്കി ഒരു പെപ്പാപ്പിക്കിനെ ഡ്രോ ചെയ്ത് നമ്മുടെ നോക്കട്ടെ. Good evening. Good evening all. Class notification വന്നതല്ലേ ഇന്ന് ക്ലാസ് എക്സാമിന്റെ ബിസി ആയിരിക്കും അല്ലെ? ഓക്കെ, കുഴപ്പമില്ല. ബാക്കി കയറാൻ പറ്റാത്തവര് റെക്കോർഡ് ക്ലാസ് കാണട്ടെ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ യൂണിറ്റ് 2 ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻ അക്കാഡമിക് ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ചെയ്തു മാം, ചെയ്തു. ഓക്കേടാ, താങ്ക് യു. ദെൻ നമ്മൾ എടുക്കാൻ പോകുന്നത് മൊഡ്യൂള് 5 ആണ്. മൊഡ്യൂള് 5ലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. മൊഡ്യൂള് 5 നമ്മുടെ സ്കൂള് എത്ര ഇമ്പോർട്ടന്റ് ആണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ആര്? ഫാമിലി അല്ലെ? ഫാമിലി
സ്കൂൾ നമ്മൾ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനിലാവട്ടെ ഏതൊരു ഡെവലപ്മെന്റിന്റെ കാര്യത്തിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ആര് വഹിക്കുന്നുണ്ട്? ഫാമിലി, അതേപോലെ തന്നെ സ്കൂളുകളും വഹിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ്, അതിന്റെ ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ വേണ്ടത്, അതിൽ അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഇനി ആർക്കൊക്കെയാണ് ബെനിഫിറ്റ്സ്, സ്റ്റുഡൻസിന് എന്ത് ബെനിഫിറ്റ്സ് ആണ് അതിൽ നിന്നുള്ളത്, പാരന്റ്സിന് എന്ത് ബെനിഫിറ്റ്സ് ആണ്, ടീച്ചേഴ്സിന് അതേപോലെ കമ്മ്യൂണിറ്റിക്ക് എന്ത് ബെനിഫിറ്റ്സ് ആണുള്ളതെന്നാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കാട്ടോ. ഓക്കെ, നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ആണ് നമ്മുടെ കോഴ്സിന്റെ പേര്. വാട്ട് ആർ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ്? Family school partnership are cooperative relationship and activities required school staff, parents, and other family members of the students at school. അപ്പൊ എന്താണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാല് ഒരു കോപ്പറേറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. സ്കൂൾ സ്റ്റാഫുകളും പാരന്റ്സും അല്ലെങ്കിൽ മറ്റു ഫാമിലി മെമ്പേഴ്സും സ്കൂളും തമ്മിലുള്ള ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. Effective partnership are based on mutual trust and respect. ഒരു എഫക്റ്റീവ് പാർട്ണർഷിപ്പ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ രണ്ടുപേരും തമ്മിൽ എന്ത് വേണം? മ്യൂച്വൽ ട്രസ്റ്റ് വേണം, പരസ്പരമുള്ള ട്രസ്റ്റ്, വിശ്വാസം വേണം, റെസ്പെക്ട് വേണം, പരസ്പരം ബഹുമാനിക്കുകയും വേണം. ഫാമിലി ഇമ്പോർട്ടന്റ് ആണ്, അതേപോലെ തന്നെ പാരന്റ്സ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. രണ്ടുപേരും പരസ്പരം എന്ത് ചെയ്യണം? ബഹുമാനിക്കുകയും വിശ്വാസവും വേണം. And share the liability for the education of the children and young peoples at the school. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് എഡ്യൂക്കേഷൻ, കുട്ടികളുടെ എഡ്യൂക്കേഷണൽ ലൈബിലിറ്റി, യങ് പീപ്പിൾസ് അല്ലെങ്കിൽ ചിൽഡ്രൻസിന്റെ എഡ്യൂക്കേഷണൽ ലൈബിലിറ്റി ഒരിക്കലും സ്കൂളിൽ മാത്രമല്ല അവരുടെ പാരന്റ്സിനും കൂടി ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്കും കൂടി ഉണ്ട്. Why are family school partnership important? എന്തുകൊണ്ടാണ് നമ്മുടെ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഇമ്പോർട്ടന്റ് ആവാനുള്ള കാരണം? ശരിക്കും പറഞ്ഞാൽ ഫാമിലിയാണ് കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഫസ്റ്റ് എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത് ആരാണ്? ഫാമിലീസ് ആണ്. നോക്കാം, ഫാമിലീസ് ആർ ദ ഫസ്റ്റ് എഡ്യൂക്കേറ്റർ ഓഫ് ദർ ചിൽഡ്രൻസ്. കുട്ടികളെ സംബന്ധിച്ച് ഫാമിലീസ് ആണ് ഫസ്റ്റ് എഡ്യൂക്കേറ്റർ. ആൻഡ് ദേ കണ്ടിന്യൂ ടു ഇംപാക്ട് their children's learning and improvement during the school years and long afterwards. അപ്പോ കൂടുതൽ കുട്ടികളുടെ ലേണിംഗ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പാക്ട്സ് വരുത്താൻ പറ്റുന്നത് ആർക്കാണ്? നമ്മുടെ ഫാമിലിക്ക്, സ്കൂളുകൾക്കാണ്. സ്കൂൾ ഹാവ് ആൻ ഇമ്പോർട്ടന്റ്, അതേപോലെ തന്നെ ഫാമിലിക്ക് എന്തോരം റെസ്പോൺസിബിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതേപോലെ തന്നെ സ്കൂളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. സ്കൂൾ ഹാസ് ആൻ ഇമ്പോർട്ടന്റ് റെസ്പോൺസിബിലിറ്റി ഇൻ ഹെൽപ്പിംഗ് ടു nurturing and teaching further generation and family trust school to provide educational foundation for their children's future. അപ്പോ സ്കൂളുകളുടെ റെസ്പോൺസിബിലിറ്റി, ഇമ്പോർട്ടന്റ് റെസ്പോൺസിബിലിറ്റി എന്താണ്? കുട്ടികൾക്ക് വേണ്ട എന്താണ് പറയാ, ടീച്ചിങ് ആൻഡ് ന്യൂട്രിങ് ഫർദർ ജനറേഷൻ. നമ്മള് ഭാവിയിലേക്ക് വരുന്ന ജനറേഷനെ നല്ല രീതിയിൽ ടീച്ച് ചെയ്യുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതേപോലെ ഫാമിലീസ് എന്താണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികളുടെ ഫ്യൂച്ചർ ആരുടെ കയ്യിലാണ്? ഓരോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെയും കയ്യിലാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവര് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? സ്കൂളുകൾക്കുണ്ട്. അറ്റ് ദ സെയിം ടൈം സ്കൂൾ നീഡ് ടു ഐഡന്റിഫൈ ദ പ്രൈമറി റോൾ ഓഫ് ഫാമിലി ഇൻ എഡ്യൂക്കേഷൻ. അതേപോലെ നമ്മളിപ്പോ കുട്ടികളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഫാമിലീസിനും എന്തുണ്ട്? ഫാമിലീസിനും എഡ്യൂക്കേഷന്റെ റോൾ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? സ്കൂളുകൾക്കുണ്ട്. ദിസ് ഈസ് വൈ ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ് ഫോർ ഫാമിലി സ്കൂൾ ടു വർക്ക് ടുഗദർ ഇൻ പാർട്ണർഷിപ്പ്. അതുകൊണ്ടാണ് ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫാമിലിയും സ്കൂളും ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. Research demonstrates that effective school have high level of parental community involvement. നല്ലൊരു എഫക്റ്റീവ് സ്കൂൾ മാനേജ്മെന്റ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിൽ പാരന്റൽ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് കൂടുതൽ വേണം. This involvement is strongly related to upgrade the students' learning, attendance and behavior. അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ സ്ട്രോങ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ അവരെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അവിടെ ലേണിംഗ് കൂടും, അറ്റൻഡൻസ് കൂടും, ബിഹേവിയർ കുട്ടികളുടെ പെരുമാറ്റത്തിലും നല്ല പെരുമാറ്റമായിരിക്കും.
ഫാമിലി ഇൻവോൾവ്മെന്റ് ക്യാൻ ഹാവ് എ മേജർ ബേൺ ഓൺ സ്റ്റുഡൻസ് ലേണിംഗ്. ശരിക്കും പറഞ്ഞാൽ ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് പങ്ക് വഹിക്കുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങളിൽ? സ്റ്റുഡൻസ് ലേണിംഗ് റിഗാർഡ്ലെസ് ഓഫ് സോഷ്യൽ ഓർ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഫാമിലി. അപ്പൊ എന്താ പറയാ, സ്റ്റുഡൻസിന്റെ ലേണിംഗിൽ ആ സോഷ്യൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് പരിഗണിക്കാതെ തന്നെ നമുക്ക് ഫാമിലിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് കുട്ടിയുടെ ലേണിംഗ് കാര്യത്തിൽ വഹിക്കാനുണ്ട്. ഫാമിലി ഇൻവോൾവ്മെന്റ് ഇൻ സ്കൂൾ ഇസ് therefore central to high quality education and parts of the core business of school. അപ്പൊ ഫാമിലി ഇൻവോൾവ്മെന്റ് സ്കൂൾ ആക്ടിവിറ്റീസിൽ നല്ല രീതിയിൽ ഫാമിലീസിനെ ഇൻവോൾവ് ചെയ്യാന്നുള്ളത് അവരെ സംബന്ധിച്ച് എന്താണ്, ഒരു ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ അവരുടെ കോർ ബിസിനസ് ഓഫ് സ്കൂൾ ആവാം. സ്കൂളുകളുടെ കുടുംബത്തെ പങ്കാളിത്ത നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നു. അതേപോലെ അവരൊരു ബിസിനസ് സ്ട്രാറ്റജിയും ആവാം. നമ്മൾ കൂടുതൽ റെസ്പോൺസിബിൾ ആണ്, പക്ഷെ നമ്മൾ സ്കൂൾ എന്താ ചെയ്യണമെന്ന് ഫാമിലീസിന് അറിയാൻ പറ്റില്ല. അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, കുട്ടികളെ എന്തെല്ലാം കാര്യങ്ങളാണ് ലേൺ ചെയ്യുന്നത് എന്നൊന്നും ആർക്കറിയാൻ പറ്റില്ല, ഫാമിലിക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അവർക്ക് കൂടുതൽ നോളജ് ഇതിനെ കുറിച്ച് നമ്മൾ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്ന കരിക്കുലർ ആക്ടിവിറ്റീസ് ആവട്ടെ, നോൺ കരിക്കുലർ ആക്ടിവിറ്റീസ് ആവട്ടെ, അതിനെ കുറിച്ച് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? ഫാമിലിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതേപോലെ ഡിസിഷൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് സമയത്ത് എന്ത് ചെയ്യാം? ഫാമിലീസിനെ കൂടി എന്ത് ചെയ്യാം? നമ്മളുടെ ഈ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യാം. അപ്പൊ ഫാമിലിക്ക് നമ്മുടെ ഫാമിലിക്ക് ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും നമ്മുടെ സ്കൂളിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ലൈഫിലേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ചിൽഡ്രൻസിന്റെ ലൈഫിലേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ് ഫാമിലി. സ്കൂളും ഫാമിലിയും ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ബെറ്റർ ഗുഡ് പാർട്ണർഷിപ്പ് ആണ് അവർ തമ്മിൽ വഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യണമെങ്കിൽ ആ കുട്ടിയുടെ എഡ്യൂക്കേഷണൽ ബിഹേവിയറൽ ഇംപ്രൂവ്മെന്റ്സിന് അത് കാരണമാക്കുന്നു. ആ കുട്ടിക്ക് നല്ല രീതിയിൽ ലേൺ ചെയ്യാൻ പറ്റുന്നു. നല്ല ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അത് കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ഫാമിലീസ്. അത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഓക്കെ, then the aims of family school partnership framework is to be encouraged sustainable and effective partnership between all members of school community including teachers, family and students. അപ്പൊ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഫ്രെയിംവർക്ക് ചെയ്തിരിക്കുന്നതിന് വേണ്ടി ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പിന് വേണ്ടിയിട്ടാണ്. ആരെല്ലാം തമ്മിലാണ്? സ്കൂള്, കമ്മ്യൂണിറ്റിയിൽ ആരൊക്കെ വരുന്നുണ്ട്? ടീച്ചേഴ്സ്, ഫാമിലി, സ്റ്റുഡൻസ്, എല്ലാവരും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിൽ വരുന്നത്. This partnership should view each partner as making equally valuable contributors. അപ്പൊ നമ്മൾ ഈ പാർട്ണർഷിപ്പിലേക്ക് വരുമ്പോൾ ഫാമിലിയാണ് ഗ്രേറ്റ്, ഒരു സ്കൂളാണ് ഗ്രേറ്റ്, അങ്ങനെ ഒരു ഡിഫറൻസ് ചെയ്യുക. ഇവിടെ എല്ലാവരും ഈക്വലി വാല്യുബിൾ ആണ്. While respecting different contribution, അവരുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. Respect the students' needs and preferences. അതേപോലെ തന്നെ കുട്ടികളുടെ നീഡ്സ്, അവരുടെ പ്രിഫറൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. അവരുടെ ആവശ്യങ്ങളും അവരുടെ പ്രിഫറൻസും നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. അഡ്രസ് ദ ബാരിയേഴ്സ് ടു ഇൻവോൾവ്മെന്റ് ഇൻ സ്കൂൾ ബൈ ഫാമിലീസ്. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികളുടെ ഫാമിലീസിന് സ്കൂൾ ഈ പാർട്ണർഷിപ്പിൽ ഇൻവോൾവ് ചെയ്യുന്ന എന്തെങ്കിലും ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ അതെന്താണെന്ന് കണ്ടെത്താം. ഇൻ എ പർട്ടിക്കുലർ ഇൻഡിവിജ്വസ് ഫാമിലി ആൻഡ് ആക്ച്വലി ഹെൽപ്പ് പ്രീവിയസ്ലി ഇൻ ഡിഫറെന്റ് ഫാമിലീസ് ബിക്കം ഇൻവോൾവ്. ഒരു ഫാമിലിയിൽ മാത്രം ഇൻവോൾവ് ചെയ്യാന്നല്ല, എല്ലാ ഫാമിലീസിനെയും നമ്മളുടെ ഈ ഒരു പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിലേക്ക് എല്ലാവരെയും ഇൻവോൾവ് ചെയ്യാം. ക്രിയേറ്റ് ബെറ്റർ പ്രോഗ്രാംസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ലേണിംഗ് ഫോർ ദ സ്റ്റുഡൻസ്. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല പ്രോഗ്രാംസ്, നല്ല ഓപ്പർച്യൂണിറ്റീസ്, കുട്ടികൾക്ക് നല്ലൊരു ലേണിംഗും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഗിവ് ഫാമിലീസ് സ്യൂട്ടബിൾ ഓപ്പർച്യൂണിറ്റി ടു കോൺട്രിബ്യൂട്ട് ടു സ്കൂൾ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഗവേണൻസ്. ഓക്കെ, സ്കൂളിലെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലും ഗവേണൻസ് നടത്തിപ്പിലും ഫാമിലീസിന് നല്ല രീതിയിൽ അവർക്ക് ഒരു എന്താണ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൊക്കെ അവരെയും കൂടി ഇൻവോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ സ്കൂളിനെ കുറിച്ച് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും. നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങളോട് പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീരുമാനം എടുക്കുമ്പോൾ സ്കൂളിനോട് നമുക്കൊരു പ്രത്യേക താല്പര്യമായിരിക്കും. കുട്ടികളെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ നമ്മളോട് കൂടി കാര്യങ്ങൾ സംസാരിച്ചിട്ടാണല്ലോ തീരുമാനം എടുത്തിരുന്നത്. കോൺട്രിബ്യൂട്ട് ടു പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് പ്രിൻസിപ്പൽസ് ആൻഡ് ടീച്ചേഴ്സ്. അപ്പോ
പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ ടീച്ചേഴ്സിനും ആർക്കും കിട്ടും, പ്രിൻസിപ്പാളിനും കിട്ടും. എന്ത് ഈ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിൽ നിന്ന് ഒരു പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കാരണം എന്താണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫാമിലി പാർട്ട്നേഴ്സിന് ഈച്ച് ആൻഡ് എവറി പാർട്ട്നേഴ്സിന് നമ്മൾ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യണം. അവരുടെ സ്റ്റുഡൻസിന്റെ നീഡ്സും പ്രിഫറൻസും അനുസരിച്ചായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. കാരണം നമ്മുടെ കുട്ടിക്ക് മോശമായിട്ട് വരുന്നൊരു കാര്യം നമ്മൾ ഒരു കാരണവശാലും എടുക്കില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നോക്കണം. അതേപോലെ സ്റ്റുഡൻസിന് ബെറ്റർ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാംസുകൾ ബിൽഡ് ചെയ്യാം. ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലും ആരും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഫാമിലീസും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോസസ്സിനെ കുറിച്ച്, എൻ്റെ പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും, ഫാമിലിക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനും പ്രിൻസിപ്പാൾസിനും ഒരു പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഒരു അവർ ചെയ്യുന്ന വർക്ക് ഫാമിലീസിന് അറിയാം, ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ കൂടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. Then developing family school partnership may not always be easy. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ജസ്റ്റ് അങ്ങനെ പറയുന്നത് പോലെയല്ല, അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഇറ്റ് റിക്വയർ പ്രോമിസ് ആൻഡ് ടൈം. നമുക്ക് ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ബിക്കോസ് ഓഫ് pressure and circumstances, many family will not special arrangements or extra support to enable them to become actively involved in their children's school life. Okay, please. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രഷർ, സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങള്, ഫാമിലീസ് സ്പെഷ്യൽ അറേഞ്ച്മെന്റ്സ്. ഒരു മീറ്റിംഗ് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, സാറ്റർഡേ സെക്കൻഡ് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ വരാം, അങ്ങനെയല്ലേ പറയുള്ളൂ. നമുക്ക് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് പോകാൻ പറ്റും, നമ്മൾ ബിസിയാണ്. അതേപോലെ എക്സ്ട്രാ സപ്പോർട്ട് വേണ്ട ഫാമിലീസ് ഉണ്ടാവും. എനേബിൾ ദം ടു ബിക്കം ആക്റ്റീവ്ലി ഇൻവോൾവ്. എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികളുടെ ലൈഫ്, സ്കൂൾ ലൈഫിൽ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ടു ഹെൽപ്പ് ദർ ചിൽഡ്രൻസ് ഗെറ്റ് ദ മോസ്റ്റ് ഫ്രം സ്കൂൾ. എന്നാൽ മാത്രമേ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദ റിസൾട്ട് ഓഫ് ദിസ് എഫേർട്ട് വിൽ ബി സിഗ്നിഫിക്കന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ റിസൾട്ട് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫാമിലി ദാറ്റ് അണ്ടർസ്റ്റാൻഡ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോൾ നമ്മൾ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഫാമിലീസിന് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ദ ഡിഫിക്കൽട്ടീസ് സ്കൂൾ ഫേസ് ആർ ബെനിഫിഷ്യൽ സോഴ്സ് ഓഫ് സപ്പോർട്ട് വിച്ച് സ്കൂൾ കനോട്ട് ബി അഫോർഡ് ടു അണ്ടർ എസ്റ്റിമേറ്റ്. അപ്പൊ സ്കൂളിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു, അവരെന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്, ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവരുടെ എഫേർട്ടിന്, സ്കൂളിന്റെ എഫേർട്ടിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ. സ്കൂൾ ദാറ്റ് എൻകറേജ് ദ ഫാമിലി ഇൻ ദർ ചിൽഡ്രൻസ് ലേണിംഗ് ആൻഡ് ട്രാപ്പിംഗ് ഇൻ ദ റിച്ച് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കോമ്പിറ്റൻസ് ആൻഡ് ക്യാൻ ഹെൽപ്പ് ബിൽഡ് കമ്മ്യൂണിറ്റീസ്. അപ്പോ സ്കൂളുകൾക്ക് നല്ല രീതിയിൽ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു റിച്ച് സോഴ്സ് ആണ് ഇൻഫർമേഷൻസ് കിട്ടും. കാരണം നമ്മളെപ്പോഴും ടീച്ചേഴ്സും സ്കൂളായിട്ട് നല്ല രീതിയിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അവർക്ക് ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പാണ്. കാരണം കുട്ടികളെ കുറിച്ചുള്ള ഏറ്റവും ഇഷ്ടം കാര്യങ്ങൾ ടീച്ചേഴ്സ് പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുവഴി നമുക്ക് ആ ഇൻഫർമേഷൻസ് കിട്ടും. നമ്മുടെ കുട്ടിയുടെ ഡെവലപ്മെന്റിനും ഗ്രോത്തിനും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും നമുക്ക് ആ ഇൻഫർമേഷൻസ് യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഇനി എന്തെല്ലാമാണ് ഇഷ്യൂസ്? നമ്മൾ വിചാരിക്കും ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിലും എന്തുണ്ട്, പ്രശ്നങ്ങളുണ്ട്. But the issues are the number of complaint reasons to encourage and strengthen the parents and community involvement and partnership education. These includes എന്തുകൊണ്ടാണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് വേണം എന്ന് നമ്മൾ പറയാനുള്ള കാരണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. Improving the students' performing, creating more effective education program. നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു പോളിസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിയേറ്റിംഗ് മോർ ആൻഡ് എഫക്റ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. നല്ല രീതിയിൽ നമുക്ക് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാനും ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. എ ലാർജ് ബോഡി ഓഫ് റിസർച്ച് demonstrate that children's attitude towards school, their achievement, attendance, motivation, self-concept, and behavior are directly affected by their parents and family attitude towards the learning and the involvement in their learning in the key conclusive of success. അപ്പോൾ കുട്ടികളുടെ അച്ചീവ്മെന്റ്സ്,
അവരുടെ അറ്റൻഡൻസ്, മോട്ടിവേഷൻസ്, സെൽഫ് കൺസെപ്റ്റ്, അവരുടെ ബിഹേവിയർ എല്ലാം ആരും കൂടി വാച്ച് ചെയ്യുന്നുണ്ട്, പാരന്റ്സ് കൂടി വാച്ച് ചെയ്യുന്നുണ്ട്. പാരന്റ്സും ഫാമിലി മെമ്പേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു സ്കൂളിന്റെ സക്സസിന് അല്ലെങ്കിൽ കുട്ടികൾ ലേൺ ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഒരു സ്കൂളിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലാണ് പാരന്റ്സിനും ഫാമിലി മെമ്പേഴ്സിനും സ്കൂളിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുള്ളൂ. ഇൻവോൾവിംഗ് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഇൻ ഡിറ്റർമിനിങ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഞാനിപ്പോ വായിച്ചിട്ട് 2-3 പാരഗ്രാഫിൽ നന്നായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഞാനത് നോക്കാണ്ടാണ് വായിക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്തേക്കട്ടോ. Involving family community members in determining preference and in developing delivering programs strengthen and enrich that learning program and contribute the applicability of the students learning experience. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലീസിന്റെ ഇൻവോൾവ്മെന്റ്, അതേപോലെ മറ്റ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ, ടീച്ചേഴ്സ് ആവട്ടെ, പാരന്റ്സ് ആവട്ടെ, പിന്നെ ആരൊക്കെയാണ് മറ്റ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെയും ഇൻവോൾവ്മെന്റോട് കൂടി നമുക്ക് നല്ല രീതിയിൽ നല്ല ഡെവലപ്പിംഗ് പ്രോഗ്രാംസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റുഡൻസ് ലേണിംഗ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓൾ സ്റ്റുഡൻസ് ലേണിംഗ് ഈസ് എൻഹാൻസ്ഡ് വെൻ ഇറ്റ് ഈസ് ലിങ്ക്ഡ് ടു റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. ഏതൊരു കുട്ടീനെ സംബന്ധിച്ചും ഒരു കാര്യം റിയൽ ലൈഫിൽ അവന് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ ആ കാര്യം അവന് വളരെയധികം നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ത്രൂ ഇൻവോൾവ്മെന്റ് ഇൻ കമ്മ്യൂണിറ്റി. അപ്പൊ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റും അതിന് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. വർക്ക് എക്സ്പീരിയൻസ് മോണിറ്ററിംഗ് ആൻഡ് ബിസിനസ് സ്കൂൾ പാർട്ണർഷിപ്പ് പ്രൊവൈഡ് സ്റ്റുഡൻറ് വിത്ത് പ്രാക്ടിക്കൽ ആൻഡ് റെലവന്റ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി their needs as they make for adult life. അപ്പൊ ഒരു വലുതായി കഴിയുമ്പോൾ മുതിർന്നൊരു വ്യക്തിയാവുമ്പോൾ അവർക്ക് പ്രാക്ടിക്കൽ ലൈഫ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു വർക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കി പഠിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ മോണ്ടിസോറി മെത്തേഡിൽ ഓരോ കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്ത് അവരെന്ത് ചെയ്യാണ്, സെൽഫ് ഗ്യാദേഴ്സ് ആണ്, സ്വയമേ കണ്ടെത്തി പഠിക്കുന്ന കുട്ടികളാണ്. ഓരോ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി സ്വയമേ പഠിക്കേണ്ട കുട്ടികളാണ്. അപ്പൊ അത് ഒരു പ്രാക്ടിക്കൽ ലൈഫ് എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ പ്രോഗ്രാം സ്കൂളും ഫാമിലിയും ഒരുമിച്ച് ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ വർക്ക് എക്സ്പീരിയൻസും അവരുടെ കാര്യങ്ങളൊക്കെ കുറച്ചും നല്ല എഫക്റ്റീവ് ആയിട്ട് പറ്റും. Then fostering share the responsibility for education and well-being of the children. കുട്ടികളുടെ എന്താ പറയാ എഡ്യൂക്കേഷൻ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാനായിട്ട് പറ്റും. എന്നുവെച്ചാൽ ടീച്ചേഴ്സിന്റെ മാത്രമല്ല റെസ്പോൺസിബിലിറ്റി, ആരുടെയും കൂടി ഉണ്ട്, പാരന്റ്സിന്റെയും കൂടി ഉണ്ട്. അതേപോലെ തന്നെ കുട്ടികളുടെ വെൽബീയിങ്, പെരുമാറ്റം, നല്ല രീതിയിലുള്ള പെരുമാറ്റവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. Ensuring a high quality of education and the life success for the children, young people with shared responsibility of family, school and community. നല്ല ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷനും കുട്ടികൾക്ക് നല്ല രീതിയിൽ ലൈഫ് സക്സസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. നല്ല രീതിയിൽ വാർത്തെടുക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഫാമിലിയും സ്കൂളും കമ്മ്യൂണിറ്റിയും നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഭാവി തലമുറയെ വാർത്തെടുക്കാനായിട്ട് പറ്റും. For the children to succeed academically and become contributing adults, they need an extensive and the coordinational range of support that can only be provided by family, school and community working together interdependently. നമുക്ക് നല്ല രീതിയിലുള്ള അഡൾട്ടിനെ വാർത്തെടുക്കാന്നുണ്ടെങ്കിൽ നല്ല അക്കാഡമിക്കലി ആവട്ടെ അല്ലെങ്കിൽ നമുക്ക് ക്യാരക്ടർ വൈസ് ആവട്ടെ നല്ല രീതിയിലുള്ള ഒരു അഡൾട്ടിനെ വാർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക, നീഡ് എക്സ്റ്റെൻസീവ് ആൻഡ് കോർഡിനേറ്റീവ്, നല്ല രീതിയിൽ ഒത്തൊരുമയോടുകൂടി ഏകോപനത്തോടുകൂടി ആരെല്ലാം കൊണ്ടുപോകണം, ഫാമിലി, സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റീസ് എല്ലാവർക്കും ഒരുമിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു ഭാവി തലമുറയെ വാർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഗ്രോയിങ് മെമ്പർ ഓഫ് ദ സ്റ്റുഡൻറ് ഫേസ് ബാരിയേഴ്സ് ടു ലേൺ. നമുക്കറിയാം കുട്ടികൾ ഒരുപാട് ബാരിയേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട് ലേണിംഗ് കാര്യത്തിലാവട്ടെ. കോസ്ഡ് ബൈ പോവർട്ടി. പണ്ടൊക്കെ എന്താണ്, ഇന്നത്തെ നിങ്ങൾ റിസർച്ച് ഒക്കെ കണ്ടക്ട് ചെയ്തില്ലേ, അപ്പൊ ഇന്ന് പോവർട്ടി ഒന്നും അധികം സ്ഥലങ്ങളിലൊന്നും ഇല്ല. പണ്ട് പക്ഷെ പോവർട്ടി ഉണ്ടായിരുന്നു, ഫാമിലി ഇംബാലൻസ് ഉണ്ടാവും, ചൈൽഡ് അബ്യൂസ്, നെഗ്ലക്ട്, ഇതെല്ലാം ഫേസ് ചെയ്യുന്ന ഒരുപാട് പേര് ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. ദീസ് ബാരിയേഴ്സ് പ്ലേസ് ദം അറ്റ് എ റിസ്ക്. ഈ ഒരു ബാരിയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റിസ്ക് ഫേസ് ചെയ്യുന്നുണ്ട്. കംപ്രൈസിംഗ് ദർ ഓപ്പർച്യൂണിറ്റി ഫോർ സക്സസ് ഇൻ സ്കൂൾ. അപ്പൊ കുട്ടികൾക്ക് നല്ല രീതിയിൽ സക്സസ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സ്കൂളിലും അതേപോലെ ലൈഫിലും സക്സസ് ആവാനായിട്ട് പറ്റാത്ത ഈ കാരണങ്ങൾ കൊണ്ടാണ്. ഫോർ സം ചിൽഡ്രൻ ദർ ഇസ് എ കമ്മിറ്റ്മെന്റ് ആൻഡ് സപ്പോർട്ട് ഓഫ് ദ ഫാമിലി, എഡ്യൂക്കേറ്റർ, കമ്മ്യൂണിറ്റി ആൻഡ് സോഷ്യൽ ആൻഡ് ഹ്യൂമൻ സർവീസ് ഏജൻസി. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ സപ്പോർട്ട് ആരുടെ അടുത്ത് വേണം, ഫാമിലീസിൽ നിന്നോ എഡ്യൂക്കേറ്റേഴ്സിന്റെ അടുത്തുനിന്നോ
കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നോ സോഷ്യൽ ആൻഡ് ഹ്യൂമൻ സർവീസ് ഏജൻസിയിൽ നിന്നോ ഒരു നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബാരിയേഴ്സ് ഒക്കെ മാറ്റി കുട്ടികൾ നല്ല രീതിയിൽ നല്ലൊരു എഡ്യൂക്കേഷൻ അവർ അക്കാഡമിക്കലി ആവട്ടെ ലൈഫിലാവട്ടെ നല്ല രീതിയിൽ സക്സസിലേക്ക് വരാനും അവർക്ക് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് നയിക്കാനും പറ്റും. ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ അവിടെ ടീച്ചേഴ്സിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ആരുടെയും കൂടി റെസ്പോൺസിബിലിറ്റി ആണ്. അവരുടെ പാരന്റ്സ്, അതേ പാരന്റ്സിന്റെയും ഫാമിലി ടീച്ചേഴ്സിന്റെയും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് ആരും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, and create enhanced opportunity for parents of original people and other community members to participate in education. അപ്പോ പാരന്റ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം അല്ലെ, സ്കൂൾ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാവട്ടെ, അതേപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ നമ്മുടെ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പില് ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം. പാരന്റ്സ് ഒറിജിനൽ ഓർഗനൈസേഷൻസ്, നമ്മൾ ചൈൽഡ് വെൽഫെയർ ഓർഗനൈസേഷൻ അങ്ങനെ കുറച്ച് വെൽഫെയറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. ആൻഡ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ആർ ആസ്കിംഗ് ഫോർ മോർ ഡയറക്റ്റ് വോയിസ് ഇൻ എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് ഫോർ മോർ അവൈലബിലിറ്റി. ഫാമിലി, സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി ആർ ദ കീ എലമെന്റ്സ് ഇൻ എഡ്യൂക്കേഷണൽ പ്രോസസ്. അപ്പൊ എഡ്യൂക്കേഷണൽ പ്രോസസ്സിൽ കീ എലമെന്റ്സ് ആയിട്ട് ആരൊക്കെ വരുന്നത്? ഫാമിലി, സ്കൂൾ, കമ്മ്യൂണിറ്റി ആണ്. ഇവരെ നല്ല രീതിയിലുള്ള കോർഡിനേഷനും പാർട്ടിസിപ്പേഷനും ആണ് ഇവിടെ പറയുന്നത്. ഇൻ ദ എഡ്യൂക്കേഷണൽ പ്രോസസ് ആൻഡ് ഓൾ ത്രീ പാർട്സ് ഓഫ് ദ സിസ്റ്റം മസ്റ്റ് വർക്ക് ടുഗദർ ഫോർ എഡ്യൂക്കേഷണൽ പ്രോസസ് ടു ബി സക്സസ്ഫുൾ. നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷണൽ പ്രോസസ് കുറച്ചുകൂടി സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ആരൊക്കെയാണ്? ഫാമിലി, സ്കൂൾ, കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. Some recognize the school divisions are looking for the way to enhance parents-community partnership in new and large school to involve in their children's day-to-day experience at school. അപ്പോൾ ചില സ്കൂളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് അവർ പാരന്റ്സ് കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പും കൂടി സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻവോൾവ് ചെയ്യുന്നത് എന്നെല്ലാം മനസ്സിലാക്കാൻ, കുട്ടിയുടെ ഡേ ടു ഡേ എക്സ്പീരിയൻസ് എങ്ങനെയാണ് സ്കൂളിൽ നിന്ന് ആരെ ഇൻഫോം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആരെ ബോധിപ്പിക്കുന്നുണ്ട്? നമ്മുടെ പാരന്റ്സിനെയും അതേപോലെ തന്നെ നമ്മളുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെയും അത് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി സ്ട്രെങ്തനിങ് പബ്ലിക് കോൺഫിഡൻസ്, നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു എന്തുണ്ട് സ്കൂൾ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ, ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ അവർ ആ സ്കൂളിനെ കുറിച്ചിട്ട് പബ്ലിക്കിന്റെ ഇടയിൽ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. നല്ലൊരു ഉത്തരവാദിത്തമുള്ള സ്കൂളാണ്. അതേപോലെ തന്നെ നമുക്ക് അറിയാം സ്കൂളിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന പാരന്റ്സിന് നല്ല രീതിയിൽ നോളജ് ഉണ്ടാവും. എഡ്യൂക്കേഷൻ സിസ്റ്റം എൻജോയ് സ്ട്രോങ് പബ്ലിക് സപ്പോർട്ട്. ഏതൊരു സ്ഥാപനത്തിനും സ്ട്രോങ് പബ്ലിക് സപ്പോർട്ട് ആവശ്യമാണ്. ടു അവർ ആൻഡ് കീപ് ദ ട്രസ്റ്റ്, ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് കമ്മിറ്റഡ് ടു ബീയിങ് അക്കൗണ്ടബിൾ ഫോർ ഇറ്റ്സ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ ട്രസ്റ്റ് തന്നിരിക്കുന്ന കുട്ടികൾക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു എന്ത് കൊടുക്കണം? എഡ്യൂക്കേഷൻ സിസ്റ്റം നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണം. കുട്ടികൾക്ക് നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണം. When people have input in educational issues, കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? നമുക്ക് തന്നെയാണ്. അപ്പോ ഫാമിലി മെമ്പേഴ്സിനെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. കുട്ടികളുടെ പ്രശ്നം എന്താണ് ഫാമിലി മെമ്പേഴ്സിന് നേരിട്ട് ആരോട് പറയാൻ പറ്റും? സ്കൂളിനോട് പറയാനും പറ്റും. അപ്പൊ അത് എന്താണെന്ന് കണ്ട് പരിഹരിക്കാനായിട്ട് ആർക്ക് പറ്റും? നമ്മള് സ്കൂളിന് പറ്റും. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് പാരന്റ് കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ് ഇൻ എഡ്യൂക്കേഷൻ. എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണ് പാരന്റ് കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പിൽ ഉള്ളത്? അതേപോലെ ആർക്കൊക്കെ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് വരുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത് കേട്ടോ. ഇനി ഫസ്റ്റ് നോക്കുന്നത് സ്റ്റുഡൻസ് ബെനിഫിറ്റ് ആണ്. സ്റ്റുഡൻസിന് എന്ത് ബെനിഫിറ്റ്സ് ആണ് വരുന്നത്? ഓക്കെ, advantages of parents community partnership in education. There are number of important benefits to parent community. So നമ്മൾ parent school parents partnership നമ്മള് ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, അതേപോലെ പാരന്റ്സിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, ടീച്ചേഴ്സിനുണ്ട്, സ്കൂളിനുണ്ട്, ആസ് വെൽ ആസ് കമ്മ്യൂണിറ്റിക്കും എന്തുണ്ട്? നല്ല ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ അതെന്തെല്ലാമാണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. There are a number of important benefits to the parents and community involvement and partnership in education for the students, parents, teachers, school and community. എന്തെല്ലാമാണ് നോക്കാം. സ്റ്റുഡൻസ് ബെനിഫിറ്റ്സ് ആണ്. ഡെവലപ്പ് അക്കാഡമിക് അച്ചീവ്മെന്റ്സ്, കുട്ടികൾക്ക് അക്കാഡമിക് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. എൻഹാൻസ് സ്റ്റുഡൻറ് സക്സസ് ഇൻ സ്കൂൾ, ഹയർ ഗ്രാജുവേഷൻ റേറ്റ്. അതുവഴി കുട്ടികളിൽ ഹയർ ഗ്രാജുവേഷൻ റേറ്റ്
ഗ്രാജുവേറ്റ് ആവുന്ന കുട്ടികളുടെ എണ്ണം കൂട്ടാൻ പറ്റും. Upgrade attitude, behavior and increase involvement in classroom learning activities. അപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ്സ് കുട്ടികൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും, ബിഹേവിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ക്ലാസ് റൂമിൽ കൂടുതൽ ലേണിംഗ് ആക്ടിവിറ്റീസിൽ കുട്ടികൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ഓഫ് ആൻഡ് മോർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ടുവേഴ്സ് ഹോംവർക്ക്. അപ്പോൾ കുട്ടികൾക്ക് ഹോംവർക്കിനെ കുറിച്ചിട്ടും ഇതിനെ കുറിച്ചിട്ടൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് വരാനുള്ള കാരണമാകും. കൂടുതൽ അറ്റൻഡൻസ് റേറ്റ് കൂടുതലായിരിക്കും, കുട്ടികളുടെ അറ്റൻഡൻസ് റേറ്റ് കൂടുതലായിരിക്കും. റെഡ്യൂസ് സസ്പെൻഷൻ റേറ്റ്, നമുക്കറിയാം സസ്പെൻഡ് ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ നമ്മളെ കുട്ടീനെ പുറത്താക്കും. ആ റേറ്റ് സസ്പെൻഷൻ റേറ്റ് കുറയ്ക്കാൻ പറ്റും. ഗ്യാദർ എൻറോൾമെന്റ് ഇൻ പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, കൂടുതൽ കുട്ടികൾ പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്ക് എൻറോൾഡ് ആവും, ചില അതിലേക്ക് പോകും, നമുക്ക് എൻറോൾ ചെയ്യാനായിട്ട് പറ്റും, എലിജിബിൾ ആകും. മോണിറ്ററിംഗ് പ്രോഗ്രാം വിത്ത് കമ്മ്യൂണിറ്റി മെമ്പർ ബൂസ്റ്റ് ദ സ്റ്റുഡൻസ് ബിഹേവിയർ ആൻഡ് അക്കാഡമിക് പെർഫോമൻസ്. കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആയിട്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ ബിഹേവിയറും അതേപോലെ തന്നെ അക്കാഡമിക് പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമ്മൾ നോക്കുന്നത് പാരന്റ്സിന് എന്തൊക്കെയാണ് ഈ സ്കൂൾ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്നാണ്. ഇൻക്രീസ് അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് ദ പാരന്റ്സ് ആർ ദ primary way in their children's education. ഒരു കുട്ടിയുടെ ഞാൻ പറഞ്ഞു ഫാമിലി ആർ ദ ഫസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് ഓഫ് ദി ചിൽഡ്രൻസ്. അതെ, കുട്ടീനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു എന്താ പറയാ ഒരു പാർട്ട് തന്നെയാണ് പാരന്റ്സ്. അപ്പൊ പാരന്റ്സിന് കൂടുതലായിട്ട് കാര്യങ്ങൾ കുട്ടിയുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആർക്ക് മനസ്സിലാവും, പാരന്റ്സിന് മനസ്സിലാക്കാൻ പറ്റും. ഇംഗ്ലീഷ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വർക്ക് ഓഫ് സ്കൂൾ, സ്കൂളിലുള്ള വർക്കിനെ കുറിച്ചിട്ടൊരു ഏകദേശ ധാരണ ആർക്ക് മനസ്സിലാവും, പാരന്റ്സിന് മനസ്സിലാവും. ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പാരന്റ്സ്, ദർ ചിൽഡ്രൻസ് ആൻഡ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. പാരന്റ്സും കുട്ടികളും അതേപോലെ തന്നെ പാരന്റ്സും ടീച്ചേഴ്സും തമ്മിൽ ഒരു നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യും. ഇംഗ്ലീഷ് ഇൻവോൾവ്മെന്റ് ഓഫ് പാരന്റ്സ് ഇൻ ലേണിംഗ് ആക്ടിവിറ്റീസ് അറ്റ് ഹോം. കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കുന്നത് എന്നതിനെ കുറിച്ച് ആർക്ക് മനസ്സിലാവും, പാരന്റ്സിന് മനസ്സിലാവും. അല്ലെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ക്ലാസ്സിൽ പഠിക്കുന്നത് അതിൽ ഇൻവോൾവ് ആവാനൊക്കെ ആർക്ക് പറ്റും, പാരന്റ്സിന് പറ്റും. എൻകറേജ്മെന്റ് ഫോർ സം പാരന്റ്സ് ടു റിട്ടേൺ ടു സ്കൂൾ ടു ഫിനിഷ് ദർ ഓൺ എഡ്യൂക്കേഷൻ. ചില സമയത്ത് നമ്മൾ കുട്ടീനെ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ സ്കൂൾ എഡ്യൂക്കേഷനും കൂടി ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ട് ചില പാരന്റ്സിന് നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പാരന്റ്സ് ആറ്റിറ്റ്യൂഡ് അബൌട്ട് ദംസെൽസ്, നമ്മളെ പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്സ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സ്കൂൾ ഫാമിലി പാർട്ണർഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്തെല്ലാമാണ് ടീച്ചേഴ്സിന്റെ ബെനിഫിറ്റ്സ് നോക്കാം. ഇൻക്രീസ് ദ പാരന്റൽ സാറ്റിസ്ഫാക്ഷൻ, പാരന്റ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ പറ്റും. കാരണം ടീച്ചേഴ്സിന്റെ സ്കിൽസ് ആർക്ക് മനസ്സിലാവും, പാരന്റ്സിന് മനസ്സിലാവും. അതുവഴി പാരന്റ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂടും. ഗ്രേറ്റർ ജോബ് സാറ്റിസ്ഫാക്ഷൻ, ടീച്ചേഴ്സിന് ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടും. അതേപോലെ തന്നെ ഫ്യൂവർ റിക്വസ്റ്റ് ഫോർ ട്രാൻസ്ഫേഴ്സ്. അപ്പം സാറ്റിസ്ഫാക്ഷൻ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രാൻസ്ഫർ വെച്ച് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ട്രാൻസ്ഫറിന്റെ എണ്ണം കുറയും. Increase the opportunity for the staff to spend time on important instruction tasks rather than behavioral problems. അപ്പോൾ കുട്ടികൾക്ക് സ്റ്റാഫുകൾക്ക് കൂടുതലായിട്ട് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ ടാസ്ക്, അത് ബിഹേവിയർ പ്രോബ്ലംസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, അല്ലാതെ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും അതിനനുസരിച്ച് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാണ്. അതേപോലെ നമ്മുടെ സ്കൂളിന്റെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഇൻക്രീസ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ കൾച്ചർ ഓഫ് ദ സ്കൂൾ, ടീച്ചേഴ്സിന്റെ ബെനിഫിറ്റ്സ് ആണ്. നമ്മുടെ സ്കൂളിന്റെ കൾച്ചർ എന്താണെന്ന് അവർക്ക് മനസ്സിലാവാൻ പറ്റും. ആൻഡ് കമ്മ്യൂണിറ്റി ഇൻക്രീസ് ദ റിസോഴ്സ് ഫോർ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അതേപോലെ ടീച്ചേഴ്സിന്റെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓപ്പർച്യൂണിറ്റി ത്രൂ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്, നമുക്ക് കമ്മ്യൂണിറ്റിക്ക് ഇൻവോൾവ് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ടീച്ചേഴ്സിന് കിട്ടുന്നുണ്ട്. അത് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിനെ കുറിച്ച് സ്കൂളിന്റെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻ ടാസ്ക്, നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇൻസ്ട്രക്ഷൻ ടാസ്കുകൾ പെർഫോം ചെയ്യാം. അത് ബിഹേവിയർ പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കാതെ സിമ്പിൾ ആയിട്ട് ആ ടാസ്കുകളൊക്കെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്തെല്ലാമാണ് സ്കൂളിനുള്ള ബെനിഫിറ്റ്സ് ആണെന്ന് നോക്കാം. എഫക്റ്റീവ്നെസ് ഓഫ് സ്കൂൾ, ഇൻക്രീസ്ഡ് എഫക്റ്റീവ്നെസ്, പ്രവർത്തനക്ഷമത കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇംപ്രൂവ്ഡ് സ്കൂൾ ക്ലൈമറ്റ് ത്രൂ പോസിറ്റീവ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ആൻഡ് പാർട്ണർഷിപ്പ്, കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് പാർട്ണർഷിപ്പിലൂടെയും ഒരു പോസിറ്റീവ് ഒരു ക്ലൈമറ്റ് സ്കൂളിന്റെ അകത്ത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. എൻഹാൻസ് ഹോം ആൻഡ് സ്കൂൾ റിലേഷൻഷിപ്പ്,
എസ്പെഷ്യലി ഇൻ പോസിറ്റീവ് ഹോം സ്കൂൾ റിലേഷൻഷിപ്പ് നമുക്കൊരു പോസിറ്റീവായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. Proactive way increase availability of expertise and information to the school at no extra cost. എക്സ്ട്രാ കോസ്റ്റ് ഒന്നും ചെലവില്ലാതെ തന്നെ നമുക്ക് സ്കൂളിന്റെ അവൈലബിലിറ്റീസും അവരുടെ എക്സ്പെർട്ടൈസും അവരിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഗ്യാദർ ചെയ്യാനായിട്ട് പറ്റും. ഇൻക്രീസ് പാരന്റ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഓഫ് ദി സ്കൂള്. കുട്ടികൾ നമുക്ക് സ്കൂളിന് ഫാമിലിയുടെയും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിയുടെയും നല്ല രീതിയിലുള്ള സപ്പോർട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാനായിട്ട് പറ്റും. എന്തുകൊണ്ട്? ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ. ഈ കമ്മ്യൂണിറ്റി ബെനിഫിറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. എന്തെല്ലാമാണ് കമ്മ്യൂണിറ്റി ബെനിഫിറ്റ്സ്? കുട്ടികൾക്ക് കമ്മ്യൂണിറ്റിക്ക് എന്ത് ബെനിഫിറ്റ്സ് ആണുള്ളത്? നമ്മൾ നല്ല രീതിയിൽ നല്ല ക്യാരക്ടറുള്ള നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുട്ടികളെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അത് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. ഇൻക്രീസ് ദ കോസ്റ്റ് എഫക്റ്റീവ് സർവീസ് facilitate our whole money and people's time are directly towards the common goal. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മണിയും പീപ്പിൾസ് ടൈം നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. സ്കിൽ ബിൽഡിംഗ് ആണ്. when the parents and community members are involved in school activities. പാരന്റ്സും കമ്മ്യൂണിറ്റി മെമ്പേഴ്സും സ്കൂൾ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആണെങ്കിൽ ഇൻക്രീസ്ഡ് കോസ്റ്റ് ആണ് മാം. അതെന്താണ് ഇൻക്രീസ്ഡ് കോസ്റ്റ് ആണ്? എന്താണ് ഫസ്റ്റ് പോയിന്റ് എന്താ മാം? ഇൻക്രീസ്ഡ് കോസ്റ്റ് എഫക്റ്റീവ് റിലേഷൻഷിപ്പ്. നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണല്ലേ മാം? REA ആണല്ലേ ഇൻക്രീസ്ഡ്? അതില്ലേടാ ഫുൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഞാനിപ്പോ വായിച്ചിട്ട് ഇഷ്ടംപോലെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് PDF-ല്. എഡിറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാനേ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത് വായിച്ചു പോണത്. നിങ്ങളൊന്ന് തിരുത്തിക്കും ഞാൻ വായിക്കുമ്പോ. നേരത്തെ ടുവേഴ്സിനാണ് സോറിയുടെ എനിക്ക് ഇതിനറിഞ്ഞൂടെ. ടുവേഴ്സ് കഴിഞ്ഞിട്ടുണ്ടോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഒത്തിരി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക് എടുത്തു തുടങ്ങിയപ്പോ തന്നെ ഒത്തിരി ആയില്ലേ. ഇപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ഞാൻ പറയുമ്പോ കറക്റ്റ് വേർഡ് എഴുതാൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചതാ. ഓക്കെ ട്ടാ. ഇൻക്രീസ് കോസ്റ്റ് എഫക്റ്റീവ് സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. റീസണബിൾ ആയിട്ടുള്ള രീതിയിൽ കോസ്റ്റിന് നല്ലൊരു എന്താ പറയാ റീസണബിൾ ആയിട്ടുള്ള എമൗണ്ടിന് ക്വാളിറ്റി സർവീസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ചില കൂടുതലായിട്ട് നമ്മുടെ മണിയും അതേപോലെ പീപ്പിൾസ് ടൈം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ കോമൺ ഗോൾ നല്ല എന്താ പറയാ ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ നല്ല അഡൾട്ട്സിനെ വാർത്തെടുക്കാനായിട്ട് പറ്റും. സ്കിൽ ബിൽഡിംഗ് വെൻ പാരന്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആർ ഇൻവോൾവ് ഇൻ സ്കൂൾ ആക്ടിവിറ്റീസ്. സ്കൂൾ ആക്ടിവിറ്റീസിൽ നമ്മുടെ പാരന്റ്സും കമ്മ്യൂണിറ്റി മെമ്പേഴ്സും ഇൻവോൾവ് ആണെങ്കിൽ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി അവരുടെ സ്വന്തം സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ദേ ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് ദെയർ ഓൺ സ്കിൽ. ഒരു സ്വയമേ ഉള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. എൻഹാൻസ് നോളജ് ഓഫ് ബിലീഫ്സ് ഇൻ പവർ ഓഫ് കമ്മ്യൂണിറ്റി എബിലിറ്റി ടു ഓർഗനൈസ് ആൻഡ് അച്ചീവ്. നമ്മുടെ നോളജ് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാനും അവരുടെ കമ്മ്യൂണിറ്റി എബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാനൊക്കെ പറ്റും. Strengthen the community identity and the pride accomplished at the school level build a pride. മീനിങ് നമുക്ക് പ്രൗഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല പ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയാ നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അഭിമാനം നമുക്ക് അല്ലെങ്കിൽ നമുക്കൊരു നല്ല കമ്മ്യൂണിറ്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഈ കമ്മ്യൂണിറ്റിയിലെ ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് ആണ് നമുക്കറിയാലോ കുട്ടികളാണ്. നല്ലൊരു നമുക്ക് അഭിമാനിക്കാൻ പറ്റാവുന്ന ഒരു കുട്ടികളെ വാർത്തെടുക്കാനായിട്ട് പറ്റും. കമ്മ്യൂണിറ്റിക്കും സ്കൂളും അതേപോലെ തന്നെ ഫാമിലി നല്ല രീതിയിൽ പാർട്ണർഷിപ്പിൽ വരാണെങ്കിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന അത്രയും നല്ല കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാർത്തെടുക്കാനായിട്ട് പറ്റും. ഈ സ്പ്രെഡ് ത്രൂ ഔട്ട് ദ കമ്മ്യൂണിറ്റി, നമ്മുടെ സമൂഹത്തിൽ ഫുൾ ആയിട്ട് ആ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞത് അഡ്വാൻറ്റേജ് ഓഫ് പാരന്റ്സ് കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ് ആണ്. ഒരുപാട് പേർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു സ്റ്റുഡൻറ്, പാരന്റ്സ്, ടീച്ചേഴ്സ്, സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി. ഈ 5 ഫാക്ടേഴ്സിനും എന്തുണ്ട്, ഈ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് കൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് കുട്ടികൾക്ക്? അവർ അക്കാഡമിക് അച്ചീവ്മെന്റ്സ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അവർക്ക് ഹയർ ഗ്രാജുവേഷൻ റേറ്റ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് ബിഹേവിയറിലൊക്കെ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റും. അറ്റൻഡൻസ് റേറ്റ് കൂടുതലായിരിക്കും, സസ്പെൻഷൻ റേറ്റ് കുറവായിരിക്കും. അതേപോലെ എൻറോൾ ചെയ്യുന്നത് ഗ്രേറ്റർ എൻറോൾമെന്റ് റേറ്റ് കൂടുതലായിരിക്കും. കൂടുതൽ ഹയർ സെക്കൻഡറിയിലേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലായിരിക്കും. കുട്ടികളെ അക്കാഡമിക് ആൻഡ് ബിഹേവിയർ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും പറ്റും.
പാരന്റ്സിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് അവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അവർക്ക് സ്കൂളിന്റെ വർക്കിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവർ കമ്മ്യൂണിക്കേഷൻ ചിൽഡ്രൻസും പാരന്റ്സും അതേപോലെ തന്നെ പാരന്റ്സും ടീച്ചേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പാരന്റ്സ് ലേണിംഗ് ആക്ടിവിറ്റീസ് കുട്ടികളെ കാര്യങ്ങളൊക്കെ ലേണിംഗ് ആക്ടിവിറ്റീസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ കുട്ടികൾ ചില പാരന്റ്സിന് അവർക്ക് സ്കൂൾ കംപ്ലീറ്റ് ചെയ്യാനും ഫിനിഷ് ചെയ്യാനൊക്കെ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് അബൌട്ട് ദംസെൽഫ് അവരോടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഇംപ്രൂവ് ചെയ്യും. കാരണം നമ്മൾ ഒരാളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്ന വാല്യൂസ് സ്കൂള് കേൾക്കും, നമ്മൾ പറയുന്ന ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ അവിടെ നമ്മളുടെ ഏതൊരു കാര്യത്തിലും നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാം ആര് ശ്രദ്ധിക്കുന്നുണ്ട്? പാരന്റ്സ്, സ്കൂള് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ കുറിച്ച് നമുക്ക് തന്നെ ഒരു നമ്മൾക്ക് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടൊരു ഇംപ്രഷൻ തോന്നും. ടീച്ചേഴ്സിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാല് പാരന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യും. ആരെ കുറിച്ച്? ടീച്ചേഴ്സിന്റെ സ്കിൽസിനെ കുറിച്ചിട്ട്. അപ്പോ അവർക്ക് കൂടുതൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അവർ ചെയ്യുന്ന ജോലിയിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൂടും. അതേപോലെ തന്നെ ട്രാൻസ്ഫറിന്റെ റേറ്റ് കുറയും. അവർക്ക് എന്താ പറയാ, അവർക്ക് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇൻസ്ട്രക്ഷണൽ ടാസ്കുകൾ അവർക്ക് കൂടുതലായിട്ട് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബിഹേവിയർ പ്രോബ്ലം ആയിട്ട് അത് അവർ എടുക്കില്ല. ചില അത് അവരുടെ ബിഹേവിയറിനോ അല്ലെങ്കിൽ അവരുടെ ഇതിനോ മോശമാണ് എന്നുള്ള രീതിയിൽ അവരത് എടുക്കില്ല. അവർ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. സ്കൂളിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സ്കൂളിന്റെ എഫക്റ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഗുഡ് വിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഒരു പോസിറ്റീവ് ക്ലൈമറ്റ് നമുക്ക് സ്കൂളിന്റെ അകത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. എന്താ പറയാ, നല്ല രീതിയിൽ ഒരു പോസിറ്റീവ്. അതുപോലെ തന്നെ എന്താ പറയാ, എക്സ്ട്രാ കോസ്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ സ്കൂളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പാരന്റ്സിനും കമ്മ്യൂണിറ്റിക്കും എത്തും. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിയുടെ അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിയിൽ നിന്നും പാരന്റ്സിൽ നിന്നും സ്കൂളിന് നല്ല സപ്പോർട്ട് ആയിരിക്കും. ഒരു പോസിറ്റീവ് സപ്പോർട്ട് ഉണ്ടാവും, നല്ലൊരു സപ്പോർട്ട് ആയിരിക്കും. ദെൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യും. എന്നുവെച്ചാൽ റീസണബിൾ റേറ്റിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ സ്കില്ല് പാരന്റ്സിനെയും കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെയും സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നോളജ് ബിലീഫ്സ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യും. പിന്നെന്താണ്, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നല്ല ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാനും ആർക്ക് പറ്റും? ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ പറ്റും. ഇനി ഹൗ ഈസ് ഡിഫറെന്റ് ഫ്രം വാട്ട് എവറി സ്കൂൾ ഡസ് ഓൾറെഡി? സാധാരണ എല്ലാ സ്കൂളുകളും ചെയ്യുന്നതിൽ ഇതിന് എന്താണ് ഡിഫറൻസ് എന്നതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. School vary considerably in their commitment to family school partnership and energy and skill they apply to them. അപ്പോ എല്ലാ സ്കൂളിലും ഓരോ രീതിയിലായിരിക്കില്ല ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. സാധാരണ എന്റെ അറിവെന്ന് പറഞ്ഞാൽ ഒത്തിരി എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യുന്നില്ല, ഫാമിലിനെ ഇൻവോൾവ് ചെയ്യാത്ത സ്കൂളുകളാണ്. അവർ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒന്നും സ്കൂളുകളിൽ ഇൻവോൾവ് ചെയ്യാതെയാണ് അവർ എന്ത് ചെയ്യുന്നത്, മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോ എല്ലാ സ്കൂളിലും ഒരേപോലെ അല്ല ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ്. മൂവിംഗ് ടുവേർഡ്സ് പാർട്ണർഷിപ്പ് റിക്വയർഡ് എ സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഇൻ attitude by some schools and family in order to create relationship where they are one another as allies in education. നമ്മൾ ശരിക്കും പറഞ്ഞാല് ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ ഏറ്റവും അലൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഖ്യകക്ഷികൾ എന്ന് പറയും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പാർട്ടീസ് ആണ് ആര്? ഫാമിലി സ്കൂളുകളും. അപ്പൊ ഫാമിലി സ്കൂൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി എന്താണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ വിഷൻ എന്താണ് എന്ന് നോക്കാം. ലക്ഷ്യങ്ങളാണ്. Parents and community members are actively involved in sharing the responsibility for education and well-being of the children and young people. പാരന്റ്സും ഒരു നല്ല ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ പാരന്റ്സും കമ്മ്യൂണിറ്റി മെമ്പേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ റെസ്പോൺസിബിലിറ്റി കുട്ടിയുടെ എഡ്യൂക്കേഷന്റെ കാര്യത്തിലാവട്ടെ, കുട്ടികളുടെ വെൽബീങ് പെരുമാറ്റ കാര്യത്തിലാവട്ടെ, ഇതിലെല്ലാം ആരും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്നുണ്ട്, പാരന്റ്സും കമ്മ്യൂണിറ്റിയും ഷെയർ ചെയ്യുന്നുണ്ട്. They work in partnership with educates to support the achievement of high quality, academically challenging and culturally affirming education program and responsive, inclusive and caring learning environment. Okay. അപ്പൊ നല്ല രീതിയിൽ സ്കൂൾ പാർട്ണർഷിപ്പിന് വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി അച്ചീവ്മെന്റ്സ് ഒക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
അച്ചീവ് ചെയ്യാനും അക്കാഡമിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് നമുക്ക് അഫ്രൈം ചെയ്യാനും പറ്റുള്ളൂ. എന്നിരുന്നാൽ മാത്രമേ ഒരു നല്ലൊരു ലേണിംഗ് എൻവയോൺമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിംഗ് എന്ന് വെച്ചാൽ കുട്ടികളെ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്ത് അവർക്ക് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് വാർത്തെടുക്കുക എന്നുള്ളതാണ്. The school are the center of learning for their communities, open and welcome, and the hub of range of community service and programs that address students' need and strengthen learning programs. കുട്ടികളെ സംബന്ധിച്ച് ഒരു സെന്റർ ഓഫ് ലേണിംഗ് ആണ്. അപ്പൊ കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി സർവീസുകളും പ്രോഗ്രാംസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കുട്ടികളെ സ്കൂളിൽ നിന്ന് തന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ അവര് നീഡ്സും കാര്യങ്ങളും ലേണിംഗ് പ്രോഗ്രാംസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാണ്. വിത്ത് ഹൈ ഡിഗ്രി ഓഫ് മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് ട്രസ്റ്റ്. അപ്പൊ ഇവിടെ തന്നെ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കുട്ടികളിൽ തന്നെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും ട്രസ്റ്റും പബ്ലിക് കോൺഫിഡൻസും സപ്പോർട്ടും ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാമിന് ഒരു എക്സാമ്പിൾ പറയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ്? ജസ്റ്റ് നമ്മള് എന്താ പറയാ, NCCയുടെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് കമ്മ്യൂണിറ്റി പ്രോഗ്രാംസുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ലേ? അതിലൊക്കെ ഉണ്ടായിരുന്നോ MCC, NSSന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടല്ലോ. ഓക്കെ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയാ, കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരു സ്ഥലത്ത് ക്ലീൻ ചെയ്യണോ, കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും അതേപോലെ ഒത്തിരി എന്താ പറയാ ഹെൽപ്പിംഗ് ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സർവീസ് ചെയ്യണതന്നെയല്ലേ മാം? ഓക്കെ, സർവീസും കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ്. കോമൺ ആയിട്ട് കുട്ടികളെ എൻഗേജ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഇത്രയും പോർഷൻ എടുക്കുന്നുള്ളൂ. ഭയങ്കര സ്പീഡിലാണ് പോണേന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. മെയിൻ ആയിട്ട് 6th, 7th കുട്ടികൾക്ക് നിങ്ങളുടെ എന്താ പറയാ എക്സാമിന്റെ ഡേറ്റ് ഒത്തിരി നീണ്ടുപോകും. അതുകൊണ്ടാണ് സ്പീഡിൽ ക്ലാസ് പോകുന്നത് കേട്ടോ. ഒരു റിവിഷൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓവറോൾ ഒരു കൺക്ലൂഷൻ പോലെ നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ ഒരു റിവിഷൻ ക്ലാസ് ലാസ്റ്റ് ഞാൻ പോർഷൻ തരാം. ഓക്കെ, പോർഷൻ തീരട്ടെ, മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും അയച്ചേക്കാം കേട്ടോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മെയിൻ ആയിട്ട് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ആയിരുന്നു. എന്താണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ മെയിൻ ആയിട്ടുള്ള എയിം? ബെറ്റർ ആയിട്ടുള്ള നമുക്ക് കുട്ടികൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഫാമിലി സ്കൂളും ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഫാമിലീസ് ആണ് ഒരു കുട്ടീനെ സംബന്ധിച്ച് ഫസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആരാണ്? ഫാമിലീസ് ആണ്. ഫാമിലീസ് കുട്ടികളുടെ ലേണിംഗ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട്സ് കൊണ്ടുവരാൻ പറ്റുന്നത് ആർക്കാണ്? ഫാമിലീസിനാണ്. അതേപോലെ തന്നെ സ്കൂളുകൾക്ക് ഇമ്പോർട്ടന്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കുട്ടികളെ നല്ല രീതിയിൽ ടീച്ച് ചെയ്യുക, ലേൺ ചെയ്യിക്കുക, എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളിന് അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം എന്താണ്? ഫാമിലിയാണ്. ഫാമിലി പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് സ്കൂളുകൾ കുട്ടികളെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ അവിടെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി തീരെയല്ല, അവിടെ പാരന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി തീരെയല്ല. നമ്മളെപ്പോഴും കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവോൾവ് ചെയ്യണം. എന്നാൽ മാത്രമേ കുട്ടികൾ നല്ല ബെറ്റർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് ഇന്നത്തെ മോഡേൺ വേൾഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പണ്ട് എനിക്ക് തോന്നുന്നു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. വർഷത്തിൽ ഒരിക്കലും ഒരു PTA മീറ്റിംഗ് ഉണ്ടാവും അല്ലെ? നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയായിരിക്കും? ഒരു PTA, പാരന്റ്സ് ടീച്ചേഴ്സ് കൗൺസിലോ മീറ്റിംഗ്, അസോസിയേഷൻ PTA, അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മള് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ ഭാഗമായിട്ട് ഫാദേഴ്സും കുട്ടികളും തമ്മിലുള്ള പ്രോഗ്രാംസ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നു. ഒരു സ്കൂളിനെ കുറിച്ച് ഫാമിലി മെമ്പേഴ്സിനെ കുറച്ചും കൂടി അറിയാൻ പറ്റുന്നു. മദേഴ്സ് ഡേ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് മദേഴ്സ്, കുട്ടിയും അമ്മയും തമ്മിലുള്ള കുറച്ച് എന്താ പറയാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കുട്ടികൾക്ക് അങ്ങനെ എന്താണ് സ്കൂൾ നടക്കുന്നത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കുട്ടിയുടെ ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കുട്ടീനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ്. എന്തെല്ലാം കാര്യങ്ങളിലാണ് അതിന് ഇഷ്യൂസ് അല്ലെങ്കിൽ
എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, കുട്ടിയുടെ ബെറ്റർ പെർഫോമൻസിന് കാരണമാകുന്നുണ്ട്. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് നല്ല എഫക്റ്റീവ് ആയിട്ട് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്ക് റെസ്പോൺസിബിലിറ്റി, എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുട്ടിയുടെ വെൽബീങ്, നമുക്ക് ബിഹേവിയറൽ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ക്രിയേറ്റ് ഹെനാൻസ് ഓപ്പർച്യൂണിറ്റി ഫോർ പാരന്റ്സ് ആൻഡ് പാരന്റ്സും നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ദെൻ സ്ട്രെങ്തനിങ് പബ്ലിക് കോൺഫിഡൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. പബ്ലിക് കോൺഫിഡൻസും അക്കൗണ്ടബിലിറ്റിയും ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളും പിന്നെ ലാസ്റ്റ് ഞാൻ ബെനിഫിറ്റ്സും ആണ് പറഞ്ഞത്. ഞാനപ്പോ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്, എടുക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഓക്കെ, ഇന്ന് സെമിനാർ എടുക്കാൻ പറ്റുമോ? മാം ഇന്ന് സെമിനാർ എടുത്തോട്ടെ? ഇന്ന് എടുത്തോടെ സെമിനാർ. ആർക്കെങ്കിലും കഴിഞ്ഞ സെമിനാർ സെമിനാർ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഇപ്പൊ നിന്ന് കട്ടായി പോയിട്ടില്ല, ഇനിയിപ്പോ എടുക്കണോ അത്? വേണ്ട, കുഴപ്പമില്ല ചേച്ചി. കേട്ടതൊക്കെ കറക്റ്റ് ആയിരുന്നു, നന്നായിരുന്നു എടുത്തത്. ഇന്ന് ആർക്കൊക്കെ സെമിനാർ ഉള്ളത്? സെമിനാർ റിപ്പോർട്ട് എഴുതുന്നത് എങ്ങനെയാന്ന് പറയാന്ന് പറഞ്ഞായിരുന്നു, ഒന്ന് പറയാമോ? ആർക്കാ സെമിനാർ ഉള്ളത്? രഞ്ജിത, മിസ് ലക്ഷ്മി. ലക്ഷ്മി ഏതായിരുന്നു പോർഷൻ? എനിക്ക് ദ മീനിങ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ് സെക്കൻഡ് ടോപ്പിക് ആയിരുന്നു. ഓക്കെ, ഇവയില്ലല്ലോ ക്ലാസ് റൂം മാനേജ്മെന്റ് പറഞ്ഞോണ്ട് ലക്ഷ്മി. സെമിനാർ ഓൺ ദ മാനേജ്മെന്റ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ്. ഇന്നത്തെ സെമിനാർ ടോപ്പിക് ദ മീനിങ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്നതാണ്. ക്ലാസ് റൂം മാനേജ്മെന്റ് ഒരു അധ്യാപകന് അത്യാവശ്യമായ കഴിവും ദൗത്യവുമാണ്. ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഒരുക്കുന്നതിനും വിദ്യാർത്ഥികളിൽ മികച്ച വാല്യൂസ് വളർത്തുന്നതിനും ഇതിന് വലിയ പങ്കുണ്ട്. ഇനി നമുക്ക് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്നത് എന്താണെന്ന് നോക്കാം. ക്ലാസ് റൂം മാനേജ്മെന്റ് എന്നത് അധ്യാപകൻ ക്ലാസ്സിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വഴി പഠനത്തിന് അനുയോജ്യമായ അറ്റ്മോസ്ഫിയർ ഒരുക്കുക എന്നതാണ്. വിദ്യാർത്ഥികളുടെ സ്വയം നിയന്ത്രണവും കൂട്ടായ പ്രവർത്തനങ്ങളുടെ മെന്റാലിറ്റി വളർത്തുക എന്നിവയാണ്. ഇതെല്ലാം ചെയ്യുന്നതിനിടെ ചില തന്ത്രങ്ങൾ, വിഷമതകൾ, പ്രോബ്ലംസ് എന്നിവ ഉണ്ടാവും. ഇവ പരിഹരിക്കേണ്ടത് ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ഭാഗമാണ്. ഇനി ക്ലാസ് റൂം മാനേജ്മെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് തിയറിറ്റിക്കൽ അപ്രോച്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ വരുന്നത് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ലക്ഷ്യം നിശ്ചയിച്ച് അതിലെത്താൻ ശ്രമിക്കുക എന്നതാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീടുള്ളത് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ. നല്ല പെരുമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുക, തെറ്റായതിനെ തിരുത്തുക. പിന്നീട് വരുന്നത് ട്രാൻസാക്ഷണൽ അനാലിസിസ്. അധ്യാപകൻ വിദ്യാർത്ഥികളുമായി എങ്ങനെ ഇടപെടുന്നു എന്ന് മനസ്സിലാക്കുക. അതുമൂലം അധ്യാപകൻ സാഹചര്യത്തിന് അനുയോജ്യമായ രീതിയിൽ ക്ലാസ് നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളത് നോക്കാം. ടാസ്ക് എന്ന് വെച്ചാൽ ക്ലാസ് നടത്താൻ അധ്യാപകൻ ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് പാഠം തയ്യാറാക്കൽ, ക്രമീകരണം, നിയന്ത്രണം, സഹകരണം എന്നിവ ഉൾപ്പെടുന്നു. ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റീസ് എന്തെന്നാൽ ക്ലാസ്സിൽ കണ്ടുവരുന്ന അധ്യാപക വിദ്യാർത്ഥി പെരുമാറ്റങ്ങൾ, അതായത് സംസാരിക്കൽ, ചർച്ചകൾ, പ്രവർത്തനങ്ങൾ എന്നിവയാണ്. അതായത് ഒരു ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ പഠനം ഉറപ്പാക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങളുടെയും ഇടപെടലുകളുടെയും സമാഹാരമാണ് ക്ലാസ് റൂം മാനേജ്മെന്റ്. വിദ്യാർത്ഥികളിൽ ബഹുമാനം, സത്യനിഷ്ഠ, സ്വയം നിയന്ത്രണം, കൂട്ടായ്മ മുതലായ നല്ല സ്വഭാവങ്ങൾ വളർത്താൻ ഇതിന് നല്ല പങ്കുണ്ട്. ഒരു ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് പ്ലാൻ ചെയ്യുന്നു, കാര്യങ്ങൾ ക്രമീകരിക്കുന്നു, നിയന്ത്രിക്കുന്നു, ഇങ്ങനെ പല ജോലികൾ ചെയ്യുന്നുണ്ട്. അതിനാൽ ക്ലാസ്സിലെ പെരുമാറ്റം അധ്യാപകൻ ചെയ്ത ജോലികളുടെ ഫലമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ക്ലാസ് റൂം മാനേജ്മെന്റിൽ അധ്യാപകന്റെ പ്രവർത്തനങ്ങൾ പഠനം നന്നാക്കാൻ വേണ്ടിയിട്ട് ക്രമപ്പെടുത്തുന്നു. അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഇടപെടലുടെ പഠനം നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളുടെയും ആക്ടിവിറ്റീസിന്റെയും സമാഹാരമാണ് ക്ലാസ് റൂം മാനേജ്മെന്റ്. ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ പ്രധാന പങ്ക് അധ്യാപകനും വിദ്യാർത്ഥികൾക്കുമാണ്. അതിനാൽ ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ മുഖ്യ ലക്ഷ്യം വിദ്യാർത്ഥികൾക്ക് എളുപ്പമായി പഠിക്കാൻ സഹായിക്കലാണ് എന്ന് പറയാം. താങ്ക് യു മിസ്. സോറി, നെക്സ്റ്റ് ആരാണ്? രഞ്ജിത്ത ഡി. ഓർഗനൈസിംഗ് ടീച്ചിങ് അല്ലേ? അതെ. എടുത്തോട്ടെടാ. ഓക്കെ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം. എൻ്റെ ടോപ്പിക് ഓർഗനൈസിങ് ടീച്ചിങ് ആണ്.
This path assumes that teaching is a continuum from more thoughtless to most thoughtful, that is, memory to contemplative level. അതായത് ഓർഗനൈസിങ് ടീച്ചിങ് എന്നത് പഠനത്തിന്റെ ഒരു വിവിധ ഘട്ടങ്ങളാണ്. ക്രമപ്പെടുത്തി ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ്. അതിൽ ആദ്യം നമ്മൾ വിദ്യാർത്ഥികൾക്ക് ഓർമ്മ നില അതിന്റെ വഴി പഠനം ആരംഭിക്കാൻ സഹായിക്കുന്നതിന് ശേഷമായി ആലോചനാത്മകത കണ്ടംപ്ലേറ്റീവ് ലെവൽ എന്ന ഏറ്റവും ആഴമുള്ള ഒരു തലത്തിലേക്കാണ് എത്തിക്കുന്നത്. അതിൽ 3 ലെവൽസ് ആയിട്ട് ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ. At memory level, classroom management is controlled and dominated by the teacher. So memory നിലയിൽ അധ്യാപകനാണ് മുഴുവൻ നിയന്ത്രണവും വഹിക്കുന്നത്. Second point, understanding level. So understanding level classroom management is controlled by both teacher and the learners. So ഇവിടെ അധ്യാപകനും വിദ്യാർത്ഥികളും ചേർന്നാണ് നിയന്ത്രണം നടത്തുന്നത്. തേർഡ് പോയിന്റ്, റിഫ്ലക്റ്റീവ് ലെവൽ. വിദ്യാർത്ഥികളാണ് മുഖ്യ ഭാഗം വഹിക്കുന്നത്. പ്രശ്നപരിഹാര അധ്യാപനമാണ് ലക്ഷ്യം. ഉയർന്ന അധ്യാപന നിലകളിൽ നിന്ന് ക്ലാസ് പ്രവർത്തനങ്ങൾ സെമിനാർ കോൺഫറൻസ് ഹാളുകളിലാണ് നടത്തപ്പെടുന്നത്. അതായത് at a reflective level, the learners dominate. Managing classroom activity is a problem-solving stage of teaching. The classroom activities are managed in the seminar and conference hall. That's all, ma'am. Thank you, ma'am. ഓക്കെ, വേറെ ആണെങ്കിലും മാം ഞാൻ അമൃത. മാനേജ് ടീച്ചിങ്ങിലാണ് കേട്ടോ. ഗുഡ് ഈവനിങ് ഓൾ. അപ്രോച്ച് ടു ക്ലാസ് റൂം മാനേജ്മെന്റിൽ മാനേജിങ് ടീച്ചിങ് ലേണിംഗ് എന്നാണ് ടോപ്പിക്. ടീച്ചർ എന്ന് പറയുന്നത് ഷുഡ് ബി എ മാനേജർ ആൻഡ് ഹാസ് ടു മാനേജ് ദ ക്ലാസ് റൂം ആക്ടിവിറ്റീസ്. IK ഡേവിസ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി 4 സ്റ്റെപ്പ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ്, കൺട്രോളിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ സെലക്ട് ചെയ്താലും നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്താൽ ആ ഗോൾസ് എഫക്റ്റീവ് വേയിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഇനീഷ്യൽ സ്റ്റെപ്സിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടീച്ചിങ്ങിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ ലേണിംഗ് ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യുക, കണ്ടന്റ് അനലൈസ് ചെയ്യുക, അപ്രോപ്രിയേറ്റ് ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് റിസോഴ്സസ് ഒക്കെ സെലക്ട് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ഈ ഇനീഷ്യൽ സ്റ്റേജിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ പ്ലാനിങ് ബെറ്റർ ആയാൽ മാത്രമേ നമ്മുടെ ഗോൾസ് നമുക്ക് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സെക്കൻഡ് വൺ, ഓർഗനൈസിങ്. ഓർഗനൈസ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള റിസോഴ്സസിനെ നമ്മൾ അറേഞ്ച് ചെയ്യുക ഫോർ ദ ബെറ്റർ ആയിട്ടുള്ള നമ്മുടെ ടീച്ചിങ് ലേണിംഗ് ബെറ്റർ വേയിലാകാൻ വേണ്ടി നമ്മുടെ റിസോഴ്സസിനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. തേർഡ് വൺ, ലീഡിങ്. Leading involves presenting the content using various aids, strategies for a conducive learning environment. നമ്മുടെ ലേണിംഗ് എൻവയോൺമെന്റിലെ ബെറ്റർ വേയിലാക്കാൻ വേണ്ടി നമ്മുടെ റിസോഴ്സസിനെ എല്ലാം ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ബെറ്റർ വേയിൽ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് ലീഡിംഗ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ, കൺട്രോളിങ്. കൺട്രോളിങ് എന്ന് പറയുന്ന ഒരു ഫൈനൽ സ്റ്റേജ് ആണ്. അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് ഔട്ട്കംൻ്റെ ഇവാലുവേഷൻ ആണ് അവിടെ നടക്കുന്നത്. ആ ഇവാലുവേഷൻ്റെ ബേസിക്സിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് വേണോ, എന്തെങ്കിലും ടീച്ചിങ് എയ്ഡ്സിലോ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലോ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് നടത്തണം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അവിടുന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചാണ്. ഇത് നല്ല വേയിൽ യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഗോൾസ് ബെറ്റർ വേയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. താങ്ക് യു. ഓക്കെ, സെമിനാർ എടുത്തവരെ സെമിനാർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. റിപ്പോർട്ട് എങ്ങനെ എഴുതുമെന്ന് മിസ് പറയാന്ന് പറഞ്ഞായിരുന്നു. സെമിനാർ റിപ്പോർട്ട്. ഓക്കെ, സെമിനാർ റിപ്പോർട്ടിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് ചെയ്ത് നോക്കിയില്ല. ഇൻട്രൊഡക്ഷൻ വേണം, then body of content, പിന്നെ കൺക്ലൂഷൻ. അങ്ങനെ മതി.
മിസ്സേ ഞാൻ സെമിനാർ മോഡുലാർ ടീച്ചിങ് സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെലിനോ? അത് പേരെന്താണ്? സനില. സനില. നോക്കട്ടെടാ. എടുത്തോടാ. Modular approach of teaching. Teaching models are used in managing classroom activities. There are various families of teaching models. ഒരു ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപന മാതൃകകൾ ഉപയോഗിക്കുന്നു. അധ്യാപന മാതൃകകളുടെ വിവിധ കാര്യങ്ങളാണ് സിസ്റ്റം, സപ്പോർട്ട് സിസ്റ്റം. ഇത് 4 അടിസ്ഥാന ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഈ ഘടകങ്ങളുടെ സഹായത്തോടെ ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ പഠിക്കാനും പ്രേരിപ്പിക്കാനും കഴിയും. ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ വാക്യഘടനയിൽ പഠനത്തിന്റെ ഘടന അടങ്ങിയിരിക്കുന്നു. അധ്യാപനത്തിന്റെ മോഡുലാർ പാത ഉപയോഗിച്ച് ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയും. എല്ലാം കണ്ടിന്യൂ ചെയ്തോടാ. കേൾക്കാൻ പറ്റുന്നുണ്ടോ വോയിസ്? കണ്ടിന്യൂ ചെയ്തോ. Modular approach of teaching means variation classroom management can be identified with the modular path of teaching. Then കംപ്ലീറ്റ് ആണോടാ? modular approach allows learners to take control of their education, encourages active participation, independent learning, and allows for individual space and flexibility, making it a valuable method in modern teaching. Okay, thank you. ഓക്കെ, ഞാൻ സെമിനാർ റിപ്പോർട്ട് സിമ്പിൾ ആയിട്ട് മതി. ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി ഓഫ് കണ്ടന്റ്, ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കണ്ടന്റ്, ലാസ്റ്റ് കൺക്ലൂഷൻ പോലെ സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ ഇപ്പോ റെക്കോർഡ്